നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട പട്ടാഴിമുക്ക് അപകടത്തിൽ കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തൽ. കാർ അമിത വേഗതയിലായിരുന്നുവെന്നും അനുജയും ആഷിമും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ട്രാക്ക് മാറി ബോധപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ലോറിയുടെ മുന്നിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ചിരുന്ന ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട്. എൻഫോഴ്സ്മെന്റ് RDO ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് ഇന്ന് കൈമാറും. ഇക്കഴിഞ്ഞ 28-ന് രാത്രി 10-ഓടെയാണ് അടൂർ പട്ടാഴിമുക്കിൽ കാറും കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് നൂറനാട് സ്വദേശിനി അനുജ, ചാരമൂട് പാലേമിൽ ആഷിം മൻസിൽ ആഷിം എന്നിവർ മരിച്ചത്. ടൂർ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ അനുജയെ വാഹനം തടഞ്ഞു നിർത്തിയാണ് ആഷിം കൂട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അമിത വേഗതയിൽ കാർ ലോറിയിലേക്ക് ഇടിപ്പിച്ചതാണെന്ന് നേരത്തെ തന്നെ ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നു. കാർ അമിത വേഗതയിൽ വന്ന് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് ലോറി ഡ്രൈവറും മൊഴി നൽകി. ഇതേ കാര്യമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. സംഭവത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചിരുന്നു. സഹാധ്യാപകർക്കൊപ്പം തിരുവനന്തപുരത്ത് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അനുജ. ഇതിനിടെയാണ് ആഷിം കൂട്ടിക്കൊണ്ടുപോയത്. അതേസമയം സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയ അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് പോലീസ്. രാസപരിശോധനയ്ക്ക് പുറമെ അനുജയുടെയും ആഷിമിന്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങളും പോലീസ് വീണ്ടെടുക്കും. വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വന്ന അനുജ രവീന്ദ്രനെ വഴിമധ്യേ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ആഷിം എന്തിന് മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി എന്നതാണ് പോലീസിന്റെ മുന്നിലെ ചോദ്യം. ബന്ധുക്കൾക്ക് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പോലും ഒന്നും അറിയില്ലെന്ന് മറുപടി നൽകിയിട്ടുണ്ട്. ഇത് ഇരു കുടുംബങ്ങളും ആവർത്തിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ്. അനുജയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കാൻ ആഷിം തീരുമാനിച്ചിറങ്ങിയതാണോ എന്നതിൽ ദുരൂഹത മാറണം. അതോ ജീവനെടുക്കാൻ ഇരുവരും ഒന്നിച്ചു തീരുമാനിച്ചതാണോ എന്നതിലും ദുരൂഹത നീക്കുകയാണ് ലക്ഷ്യം. അപകടമുണ്ടാകും മുൻപ് അനുജ അവസാനമായി സംസാരിച്ച തുമ്പമൺ സ്കൂളിലെ അധ്യാപകരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു.